നമസ്കാരം. ശാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണംഹാരെ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗം എന്ന് പറയാൻ പറ്റില്ല, എന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ സന്തോഷമാണ്, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ കൃഷ്ണദേവിന്റെ ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം എന്ന ചടങ്ങായിരുന്നു കേട്ടോ. കഴിഞ്ഞ 25-ാം തീയതി, ഫെബ്രുവരി 25-ാം തീയതി ആയിരുന്നു സമാവർത്തനം എന്ന ചടങ്ങ് നടന്നിരുന്നത്. നിങ്ങളെല്ലാവരും ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും ഉപനയനത്തിന്റെ വീഡിയോ. ഒരുപാട് പേര് പറയാറുണ്ട് ഉപനയനത്തിന്റെ വീഡിയോ കണ്ടിരുന്നു എന്ന്. ഉപനയനം കഴിഞ്ഞിട്ട് ഒരു വർഷം സമാവർത്തനത്തിന് ഗ്യാപ്പ് ഉണ്ട്. അതായത് ആ ഒരു വർഷം ബ്രഹ്മചാരിയായിട്ട് ആ ഉണ്ണി ഇരിക്കണം എന്നാണ് പറയാം. അതിനുശേഷം സമാവർത്തനം എന്ന ചടങ്ങ്. ഈ ചടങ്ങ് കൂടി കഴിഞ്ഞാലാണ് കീഴ്ശാന്തി ആവുക കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്തു തുടങ്ങുക ഈ ഒരു സമയത്താണ് കേട്ടോ. ഇവരെ എല്ലാവരും ഈ കീഴ്ശാന്തി ആയിട്ട് ജനിച്ചിട്ടുള്ള എല്ലാ ആളുകളും സമാവർത്തനം കഴിഞ്ഞാൽ തന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പണികൾ ശീലിച്ചു തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് അവർ പാരലലി പഠിക്കുന്നുണ്ടാവും. പക്ഷെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് ഈ ജോലികളിലേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഫിസിക്കലി നല്ല അധ്വാനമുള്ള ജോലികളാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു ജോലികളായിട്ട് കുഞ്ഞു പ്രായത്തിൽ തന്നെ ശീലിച്ചാലേ അവർക്ക് അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും. അപ്പൊ ഈ ഒരു ചടങ്ങ്, അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഉപനയനം കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു ചടങ്ങുകൾ എങ്ങനെയാ പൂണൂലിടുക എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് കണ്ടേന്ന്. ഇനി ഉപനയനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ആളുകളോട് പൂണൂലിടുന്ന ചടങ്ങിനെയാണ് കേട്ടോ ഉപനയനം എന്ന് പറയാം. ഉപനയനം കഴിഞ്ഞാലത്തെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ബ്രഹ്മചര്യം ആചരിക്കുന്ന ഉണ്ണി എന്നാണ് പറയാം. അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാ, ശരിക്കും ഭൗതികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നും, അതേമാതിരി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, പായയിൽ കിടക്കാൻ പാടില്ല, ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, കുറി തൊടാൻ പാടില്ല, അതായത് കളഭമോ മറ്റ് അലങ്കാര വസ്തുക്കളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല, ഭസ്മധാരി ആയിരിക്കണം. ഇതേമാതിരി ഒരുപാട് നിയമങ്ങൾ അങ്ങനെ ബ്രഹ്മചര്യത്തിൽ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആരെങ്കിലും മരിച്ചു പോവുകയോ പുതുതായി ജനിക്കുകയോ ചെയ്താലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പുലയോ പാലായ്മയോ ബാധിക്കില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു വർഷക്കാലം ഇതെല്ലാം ഒന്നും ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി വെച്ചിട്ട് ആചരിക്കാൻ സാധ്യമല്ലാത്തതുണ്ട്. ഫോർ എക്സാമ്പിൾ ചെരുപ്പിടാൻ പാടില്ല എന്നുള്ളതൊന്നും നമുക്ക് ഒരു വർഷക്കാലം ചെരുപ്പിടാതെ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർഷം കാലം. അത് രാവിലെയും വൈകുന്നേരവും ഹോമം ഉണ്ട് കേട്ടോ. ശമത ഇടുക എന്നാണ് പറയാ ഈ ഹോമം ചെയ്യുന്നതിന്. ഇത് ഈ ഒരു വർഷക്കാലം മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതേമാതിരി അത് കഴിഞ്ഞാൽ സന്ധ്യാവന്തനം ചെയ്യണം, ഗായത്രി മന്ത്രം ജപിക്കണം, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ഇതിൽ നമുക്ക് പാലിക്കാൻ സാധിക്കുന്ന എല്ലാ ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് ഒരു വർഷം ബ്രഹ്മചാരി ആയിരുന്ന ആ ഉണ്ണിയെ പിന്നെ സമാവർത്തനം ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് മാറ്റുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണാത്ത എല്ലാവരും കാണണം കേട്ടോ. ഇന്ന് സമാവർത്തനം പ്രമാണിച്ച് ഇല്ലത്തെ ഭഗവതിയമ്മയ്ക്ക് പൂജയോട് കൂടിയിട്ടാണ് എല്ലാ ചടങ്ങുകളും ആരംഭിച്ചത് കേട്ടോ. സാധാരണ എല്ലാ ദിവസവും നിവേദ്യം പതിവുണ്ട്. ഇന്ന് വിശേഷാൽ ദിവസമായതുകൊണ്ടാണ് പൂജയോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്. ഒരു 9 വയസ്സുകാരൻ്റെ എല്ലാ പേടിയും അവൻ്റെ മുഖത്ത് കാണാനുണ്ടല്ലേ. ഒരാഴ്ച മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ. തെറ്റിപ്പോവോ മന്ത്രങ്ങൾ ചൊല്ലിയാൽ, ചീത്ത പറയോ തെറ്റിയാൽ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളായിരുന്നു കൃഷ്ണദേവിന്. എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ മന്ത്രങ്ങളെല്ലാം ചൊല്ലി അവസാനിപ്പിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് കൃഷ്ണദേവിന് സാധിച്ചിട്ടുണ്ട് കേട്ടോ. കൃഷ്ണദേവ് എന്ന പേര് ഒഫീഷ്യൽ നെയിം ആണെങ്കിലും നാരായണൻ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആളുകൾക്കും അറിയാം. ഈ സമാവർത്തനം എന്ന ചടങ്ങ് കഴിഞ്ഞാലാണ് കീഴ്ശാന്തിയായിട്ട് ഉണ്ണിക്ക് ജോലികൾ ചെയ്യാൻ സാധിക്കാം. അതായത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തിയായിട്ട് അനേകം ചുമതലകൾ ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും ചെറിയ ജോലികൾ മുതലാണ് തുടങ്ങുക. ഈ പ്രായത്തിൽ എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ പാരലലി പഠിക്കുന്നുണ്ടായിരിക്കും.
എന്നാലും ചെറുപ്പത്തിലേ ശീലിച്ചാൽ മാത്രമേ ഫിസിക്കലി നല്ല അധ്വാനമുള്ള ജോലികൾ പിന്നീട് അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല കേട്ടോ, ഈ സമാവർത്തനം കഴിയാൻ കാത്തു നിൽക്കുകയാണ് ഓരോ കീഴ്ശാന്തി ഉണ്ണികളും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഓരോ ജോലികളിലേക്കായിട്ട് ഇറങ്ങാനായിട്ട്. കാരണം അത്രയും അവരെ മോഹിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ ദാസനായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനായിട്ട്. അപ്പോഴത്തേനും അതുപോലെ തന്നെയാണ് കേട്ടോ, ഭയങ്കര ആഗ്രഹമായിരുന്നു ഓരോ ജോലിയും ചെയ്യാനായിട്ട്. അപ്പോൾ മോഹം കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു കേട്ടോ, എന്നാ എനിക്ക് സമാവർത്തനം, എന്നാ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് മുണ്ടെടുത്ത് പോകാൻ സാധിക്കുക, എന്നാ എനിക്ക് ഓരോ ജോലികളായിട്ട് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. അപ്പം ഇനിയാണ് ഒരു ആദ്യം ഹവിസ് പിടിക്കുക എന്നുള്ള ചടങ്ങാണ് നടത്താറുള്ളത്. ശിവയിലേക്ക് മേൽശാന്തി ഓരോ ബലിക്കലുകൾക്കും ഹവിസ് തോന്നുന്ന സമയത്ത് പിന്നിലായിട്ട് ഹവിസിൻ്റെ പാത്രം പിടിച്ചുകൊണ്ട് ഒരു കീഴ്ശാന്തി നടക്കുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ജോലിയിൽ നിന്നാണ് ഇവർ ഓരോ ജോലിയും തുടങ്ങാറുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഹവിസ് പിടിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതേമാതിരി തന്നെ ഈ വർഷത്തെ ഇവിടുത്തെ ഉത്സവത്തിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ 6 ദിവസത്തെ തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള വലിയ ഭാഗ്യം അജയേട്ടനാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഉള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം 6 തിടമ്പ് എഴുന്നള്ളിക്കുന്ന അജയേട്ടനോടൊപ്പം തന്നെ അന്ന് ആറാട്ടിനായിട്ട് ഗുരുവായൂരപ്പന് നമ്മുടെ രുദ്രതീർത്ഥക്കുളത്തിലെ ആറാട്ട് കടവിലേക്കായിട്ട് മഞ്ഞൾ ആറാടുന്നൊരു ചടങ്ങുണ്ട്. അതിനായിട്ട് നേരത്തെ മഞ്ഞളൊക്കെ ഉണക്കി പൊടിച്ച് നേരെയാക്കി കുടത്തിലാക്കി വെക്കും വാര്യന്മാരുടെ ചുമതലയാണ് ഇവിടെ അത്. ആ മഞ്ഞൾ ഒരു കീഴ്ശാന്തി ഉണ്ണി ആനപ്പുറത്തേക്ക് ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഗുരുവായൂരപ്പൻ ഇറങ്ങുമ്പോൾ ഒരാനയുടെ പുറത്ത് ഈ മഞ്ഞൾക്കുടവും എടുത്ത് ഒരു കീഴ്ശാന്തി ഉണ്ണി കയറും. ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറുമ്പോൾ മഞ്ഞൾക്കുടം എടുത്ത് കയറാമെന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. എല്ലാവർക്കും സാധ്യമാവില്ല, കാരണം 150ഓളം കീഴ്ശാന്തി അംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാധ്യമാവില്ല. എന്നാലും ആദ്യമായിട്ട് കയറുമ്പോൾ ഇങ്ങനെ കയറിയാൽ നല്ലതാണ് എന്നൊരു വിശ്വാസമുണ്ട്. ഈ വർഷം ആദ്യമായിട്ട് മഞ്ഞൾക്കുടം എടുത്ത് ആനപ്പുറത്ത് കയറാനുള്ളൊരു യോഗം കൂടി കൃഷ്ണദേവന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അച്ഛൻ ആറാട്ട് തിടമ്പ് എഴുന്നള്ളിച്ച് ആനപ്പുറത്തിരിക്കുമ്പോൾ മകൻ ആറാട്ടിനായിട്ടുള്ള മഞ്ഞൾക്കുടം എടുത്ത് കയറുക എന്നുള്ള വലിയ ഒരു എന്താ പറയുക, സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. അതാണ് എന്നെയും ചേച്ചിയും മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് കേട്ടോ. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളിത് മോഹിച്ചിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അപ്പോൾ ഈ വർഷം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കാണുന്ന എല്ലാ പെൺകുട്ടികൾക്കും കൂടിയുള്ള ആകെ കൂടിയുള്ളൊരു പൊന്നാങ്ങളെയാണ് കേട്ടോ നമ്മുടെ കൃഷ്ണവീരയുടെ ഏട്ടനും ബാക്കി എല്ലാവരുടെയും പൊന്നനിയനുമാണ്. അവരെല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് കൃഷ്ണദേവനെ അമ്പലത്തിലെ ഓരോ ജോലികൾ ചെയ്യുന്നത് കാണാനായിട്ട്. കൗതുകത്തോടെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ധന്യ മുഹൂർത്തമുണ്ടല്ലോ സമാവർത്തനത്തിൻ്റെ, അതിനായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക കാത്തിരിക്കുമായിരുന്നു. ഉപനയനം പോലെ അതിവിപുലമായിട്ടല്ല കേട്ടോ സമാവർത്തനം നടത്തുന്നത്. കാരണം ഏതെങ്കിലും ഒന്ന് ഉപനയനമോ അല്ലെങ്കിൽ സമാവർത്തനമോ ആണ് വളരെ വിപുലമായിട്ട് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ സമാവർത്തനം വളരെ ശരിക്കും അടുത്ത ബന്ധുക്കളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തിയിരുന്നത്. ഉപനയനം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, വളരെ വിപുലമായിട്ട് തന്നെ നടത്താൻ സാധിച്ചു. സമാവർത്തനം വളരെ ചുരുക്കിയാണ് കേട്ടോ. അപ്പം എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം സാധ്യമാവട്ടെ. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കീഴ്ശാന്തിമാരിൽ ഒരാളായി മാറാൻ ഉണ്ണിക്ക് എല്ലാ തരത്തിലും അനുഗ്രഹം വേണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും വേണം കേട്ടോ.
തജ്ഞവാദം ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്തത ആനവന്നോതിഭിः സീദസാദനം സദസദ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സംമേധാമയാസിതം വേദവാഹസ്യ വർത്തനിരോർവസ്യ ബൃഹതാഃ വേദായേ അധ്യാതതേ അഗ്നയസുപധാരായേ അസ്മാനി വിശ്വാനി ദേവവൈനാനി വിശ്വാനി യോജ്ഞാമഞ്ജുരാണമേനോ ഭൂയിഷ്ഠാൻ നമ ഉദ്ധിധേമാ അഗ്നിജുനിളേ വിരോധിതൈയജ്ഞസ്യ ദേവമൃത്യുജം സോതാരം രത്നധാതം അഗ്നി യോ നൂതനൈരുതാഃ സദേവ ഏഹവാക്ഷതി അഗ്നിനാരയിമശ്നവൽ കോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയജ്ഞമധ്വരം വിശ്വത പരിഭൂരസി സ ദേവേഷു ഗച്ഛതി അഗ്നിർഹോതാ കവിക്രതു സത്യചിത്രശ്രവസ്തമാ ദേവോ ദേവേഭിരാഗമൽ. അച്ഛൻ്റെ വക കണ്ണെഴുതിക്കലാണ്. അമ്മമാരുടെ പ്രാധാന്യം ഇവിടെ ശരിക്കും മനസ്സിലാവുമ്പോൾ അച്ഛൻ കണ്ണെഴുതിക്കുമ്പോൾ എത്രത്തോളം ശരിയാവും എന്നുള്ളത്. പക്ഷേ അച്ഛനും മകനും ഒരുപോലെ പേടിയായിരുന്നു കേട്ടോ കണ്ണെഴുതാൻ. അതുകൊണ്ടാണ് ഒരു ബന്ധമില്ലാതെ എഴുതി പോയതെന്ന് തോന്നുന്നു. എന്തായാലും കണ്ണെഴുതി ഇതുപോലെ കുട പിടിക്കുക, ചെരുപ്പിടുക, കാശിക്ക് പോകുക എന്നുള്ളൊരു ചടങ്ങ്, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചടങ്ങുകൾ ഓരോന്നും വരുന്നത്. ചടങ്ങ് നടത്താൻ വന്ന വൈദികൻ ഓരോന്നിൻ്റെയും അർത്ഥം സഹിതം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഉണ്ണിയെ കൊണ്ട് മന്ത്രം ചൊല്ലിപ്പിച്ചതും അതുപോലെ തന്നെ ഓരോ ചടങ്ങുകൾ ചെയ്യിപ്പിച്ചതും. പായയൊക്കെ വിരിച്ച് കിടക്കാൻ പറയുന്ന സമയത്ത് ഇതുവരെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നായിരുന്നു നിയമം. ഇനി മുതൽ ഇത് ഉപയോഗിക്കാം ഉണ്ണിക്ക്, അതുകൊണ്ടാണ്, അതിനുള്ള ചടങ്ങാണ്. ഇങ്ങനെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നതിന് ശേഷം മന്ത്രം കുറേശ്ശെയായിട്ട് വളരെ പതുക്കെ സാവധാനത്തിൽ പറഞ്ഞു കൊടുത്ത് അങ്ങനെയായിരുന്നു ചെയ്യിപ്പിച്ചിരുന്നത്. ഓരോ മന്ത്രം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും ഒക്കെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ചടങ്ങുകളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അവസാനം എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 11:30 മണി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് വെള്ളം കുടിക്കാമെന്നായത്. അപ്പോഴേക്കും ഉണ്ണി വല്ലാതെ ക്ഷീണിതനായിട്ടുണ്ടായിരുന്നു, വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വയ്യാതായതിൻ്റെ ഒരു വാശിയായിരുന്നു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചടങ്ങുകൾ ഓരോന്നും പൂർത്തീകരിക്കാൻ സാധിച്ചു. ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇതെല്ലാം അവസാനിച്ചത്. ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. എല്ലാം ഭംഗിയായി നടന്നതിൽ സന്തോഷം അറിയിക്കുന്നു.